NCC ഓഫീസറായിരുന്നു. NCC ഓഫീസറായിരുന്നു 22 കൊല്ലം. ടീച്ചർ ഏതിലാ PhD എടുത്തത്? ഞാൻ മറൈൻ ഫിഷറീസ് ആണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കൊച്ചിയിൽ. അവിടെയാണ് റിസർച്ച് ചെയ്തത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് ഡിഗ്രി തന്നിട്ടുള്ളത്. 88-ലാണ് എനിക്ക് PhD കിട്ടുന്നത്. 1988. അതായത് ഞാൻ PG കഴിഞ്ഞതിന് ശേഷം PhDക്ക് ചേരുകയാണ് ചെയ്തത്. അതും കഴിഞ്ഞിട്ടാണ് സർവീസിൽ കയറിയത്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ 25 വർഷം അല്ലേ? പാലക്കാട് വിക്ടോറിയ കോളേജിൽ 25 വർഷം അധ്യാപികയായിരുന്നു. 22 കൊല്ലം NCC ഓഫീസറായിരുന്നു. അതിനുശേഷം 2013 ഞാൻ കൊടുങ്ങല്ലൂർ KKTM കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി. അവിടെ വീടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷൻ ആയത്. അവിടുന്ന് അവിടെ തന്നെ എനിക്ക് പ്രിൻസിപ്പലായിട്ട് ഇരിക്കാമായിരുന്നു. പക്ഷെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രിൻസിപ്പലായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ട്രാൻസ്ഫർ ആവും. പുള്ളിക്ക് കുറച്ച് ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. വൈഫിന് സുഖമില്ലാത്ത ഒരാളൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ വിട്ടിട്ട് പോകാൻ പുള്ളിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പുള്ളിക്ക് വേണ്ടി ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുത്തു. ഞാൻ തൃത്താല ഒരു പുതിയ സർക്കാർ കോളേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ സർക്കാർ കോളേജിലേക്ക് ഞാൻ പ്രിൻസിപ്പലായിട്ട് ഞാനായിരുന്നു അതിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പല്. അപ്പൊ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പിന്നെ ചെറിയ ക്വാർട്ടേഴ്സ് പോലത്തെ കുറച്ച് ബിൽഡിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് തൃത്താലയിൽ. അപ്പൊ അവിടെയാണ് കോളേജ് ഫംഗ്ഷൻ ചെയ്തിരുന്നത്. ഒരു 350ഓളം കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. വിക്ടോറിയ കോളേജിലെ 4 നൂറ്റാണ്ട് കാലത്തെ സേവനം. പക്ഷേ അവിടുത്തെ SFI വിദ്യാർത്ഥികൾക്ക് അതുപോലെ AKGCTAയുടെ അധ്യാപകർക്ക് എന്തുകൊണ്ടാണ് ടീച്ചറെടുത്ത് ഇത്രയും വലിയ വിരോധം ഉണ്ടാവാൻ കാരണം? ഞാൻ 25 കൊല്ലം അവിടുത്തെ അധ്യാപികയായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന AKGC ഞാൻ ആദ്യം AKGCയുടെ മെമ്പർ തന്നെയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു CPM പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ? CPM പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനൊക്കെ CPM ആയിരുന്നു. എന്റെ നാട്ടില് അന്നൊക്കെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടി ആയിരുന്നില്ല. ഇന്നത്തേതുപോലെ അന്ന് തട്ടിച്ച് കാശുണ്ടാക്കുന്ന പരിപാടി ആയിരുന്നില്ല CPM-ന്റേത്. ഇന്ന് കൊള്ളയാണ്. ഇന്ന് അവർക്കെടുക്കാനേ കാശുള്ളൂ.